ഇന്ന് കർക്കടക മാസ പൈതൃകത്തെക്കുറിച്ച് പറയാം. മലയാള പഞ്ചാംഗത്തിലെ 12ാമത്തെയും അവസാനത്തെയും മാസമാണ് കർക്കിടകം. വറുതിയുടെയും പേമാരിയുടെയും രോഗങ്ങളുടെയും ഈ കാലഘട്ടത്തെ മറികടക്കാൻ മലയാളി കണ്ടെത്തിയ ഒരു ആത്മീയ ഔഷധമാണ് രാമായണ പാരായണം. അതുകൊണ്ട് തന്നെയാണ് കർക്കിടക മാസത്തെ നമ്മൾ രാമായണ മാസം എന്ന് ഭക്തിപൂർവ്വം വിളിക്കുന്നത്. പണ്ടുകാലത്ത് കർക്കിടകം എന്നാൽ കടുത്ത മഴയും കൃഷിനാശവും പട്ടിണി നിറഞ്ഞ കാലവുമായിരുന്നു. അതുകൊണ്ട് ഇതിനെ പഞ്ഞമാസം എന്നും വിളിച്ചിരുന്നു. പുറത്തിറങ്ങി ജോലി ചെയ്യാൻ കഴിയാതെ രോഗഭീതിയോടെ വീടുകളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന ഈ അവസ്ഥ മനുഷ്യരിൽ മാനസികമായ വിഷാദവും നിഷേധാത്മകമായ ചിന്തകളും ഉണ്ടാക്കാൻ സാധ്യതയേറെയാണ്. ഈ ശൂന്യതയും ഭയത്തെയും മറികടക്കാനും മനസ്സിൽ പ്രകാശവും ആത്മവിശ്വാസവും നിറയ്ക്കാനുമാണ് പൂർവികർ ഈ മാസം ഈശ്വര ഭജനത്തിനായി മാറ്റിവെച്ചത്. രാമായണ പാരായണത്തിന്റെ പ്രാധാന്യം. മനസ്സിനും വീടിനും ശുദ്ധി. നിലവിളക്ക് കൊളുത്തിവെച്ച് ഭക്തിശ്രദ്ധകളോടെ രാമായണം വായിക്കുമ്പോൾ ആ വരികളിൽ നിന്നുള്ള നല്ല ഊർജം വീടുകളിൽ സകാരാത്മകമായ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറാനും സമാധാനം നിലനിൽക്കാനും സഹായിക്കും. ധർമ്മബോധം വളർത്തുന്നു. ശ്രീരാമന്റെ ജീവിതം ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മര്യാദ പുരുഷോത്തമൻ. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം, സഹോദര സ്നേഹം, ദാമ്പത്യം, ഒരു ഭരണാധികാരിയുടെ കടമകൾ എന്നിവയെല്ലാം രാമായണം ലളിതമായി കാട്ടിത്തരുന്നു. കഷ്ടപ്പാടുകൾക്കിടയിലും ധർമ്മം കൈവിടാതിരിക്കാനുള്ള പ്രചോദനം ഇത് നൽകുന്നു. മാനസികാരോഗ്യം. വറുതിയുടെയും രോഗങ്ങളുടെയും കാലത്ത് ഭയപ്പെടാതെ പ്രതിസന്ധികളെ ധീരമായി നേരിടാനുള്ള ആത്മവിശ്വാസം രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ ജീവിതം നമുക്ക് പകർന്നു നൽകുന്നു. പുതിയ വർഷത്തെ വരവേൽക്കാൻ. കർക്കടകം കഴിഞ്ഞാൽ വരുന്ന ചിങ്ങമാസം കേരളീയരുടെ പുതുവർഷം. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും പൊന്നോണത്തിന്റെയും കാലമാണ്. പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ പുതുജീവൻ വഹിക്കുന്ന ആ നല്ല കാലത്തെ ശുദ്ധമായ മനസ്സോടെയും ശരീരത്തോടെയും വരവേൽക്കാനുള്ള ഒരു ഒരുക്കമാണ് കർക്കിടകത്തിലെ ഈ പ്രാർത്ഥനകൾ. കൂടാതെ കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി, ശരീരത്തിന് പ്രതിരോധ ശേഷി കൂട്ടാൻ നവരയരിയും ഔഷധ ചെടികളും ചേർത്തുള്ള പ്രത്യേക കഞ്ഞി ഈ മാസത്തിൽ കഴിക്കുന്നു. കർക്കിടവാവു ബലി. മൺമറഞ്ഞുപോയ പിതൃക്കൾക്ക് വേണ്ടി പുഴക്കരയിലും കടൽ തീരങ്ങളിലും ബലിതർപ്പണം നടത്തുന്ന പ്രധാന ചടങ്ങാണിത്. നാളമ്പല ദർശനം. രാമായണ മാസത്തിൽ തൃശൂർ, എറണാകുളം, കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുന്നത് പുണ്യമായി കരുതപ്പെടുന്നു. ചുരുക്കത്തിൽ പ്രകൃതി പ്രക്ഷുബ്ധമാകുന്ന കർക്കിടകത്തിൽ ശരീരത്തെ ഔഷധക്കഞ്ഞി കൊണ്ടും മനസ്സിനെ രാമായണ പാരായണം കൊണ്ടും ശുദ്ധീകരിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് മലയാളി ചുവടുവെക്കുന്ന മാസമാണിത്. നമുക്ക് സന്തോഷകരമായ ഒന്ന്, നമ്മുടെ കുടുംബത്തിൽ പ്രഗത്ഭരും പ്രശസ്തരും സാധാരണ വായനക്കാരും തൽപരരുമായ നിരവധി അംഗങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. വ്യക്തികളുടെയും വീടുകളുടെയും ഒപ്പം നമ്മുടെ കുടുംബ കൂട്ടായ്മയ്ക്കും കൂടുതൽ ഉണർവും ശക്തിയും കെട്ടുറപ്പും കൈവരിക്കുന്നതിലേക്കായി കർക്കിടകം 1 മുതൽ രാമായണ പാരായണം ചെയ്യാം.